ദൈവനിർദ്ദേശമനുസരിച്ച് അബ്രാം ഊറിൽ നിന്ന് പുറപ്പെടുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അബ്രാമിന് വ്യക്തമായിരുന്നോ? ഇല്ല. യാത്രയുടെ ആദ്യഘട്ടം അപ്പനായ തേരാഹിൻ്റെ നേതൃത്വത്തിലായിരുന്നല്ലോ. തേരാഹ് ഹാറാനിൽ വാസമുറപ്പിച്ചു. തേരാഹും ഹാറാനും ദൈവിക പദ്ധതിയിൽ ഇല്ലായിരുന്നു. തേരാഹ് മരിച്ചപ്പോൾ ദൈവം വീണ്ടും അബ്രാമിനെ വിളിച്ച് വാഗ്ദാനങ്ങൾ നൽകുന്നു. അബ്രാം ഹാറാൻ വിട്ട് മുന്നോട്ട് നീങ്ങി കനാനിലെത്തുന്നു. അവിടെയാണ് ദൈവം അബ്രാമിനോട് പറയുന്നത്, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും എന്ന്. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന് ബലിയർപ്പിച്ചുകൊണ്ട് അബ്രാം ദൈവത്തെ ആരാധിക്കുകയും ആ സ്ഥലത്തിന്മേൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ഈ അധികാരം പ്രായോഗികമാകുന്നത് അബ്രാഹത്തിൻ്റെ സന്തതികളിലൂടെയാണ് എന്ന് മാത്രം. ജീവിതകാലത്തെ ഒരു പരദേശിയെ പോലെയാണ് അബ്രാം കനാനിൽ വസിച്ചത്. ഭാര്യ സാറായെ സംസ്കരിച്ചത് പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്തായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നത് ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കാം. കാത്തിരിക്കണം.